തിരികെ വാർത്തയിലേക്ക്. കൊല്ലം തിരുവല്ലവാരത്ത് ബലിതർപ്പണത്തിന് എത്തിയവർ കാത്തുനിന്ന് മടുത്തു. സംഭവത്തിൽ ദേവസ്വം ബോർഡിനെതിരെ വ്യാപക പരാതി. 100 രൂപ കൂപ്പണാക്കിയിട്ടും ഉത്തരവാദിത്വമില്ല എന്നാണ് പരാതി. മണിക്കൂറുകളോളം ബലിതർപ്പണ മണ്ഡപത്തിൽ ചടങ്ങുകൾ നിർത്തിവെച്ചു. ഇവരുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇത് സാഹചര്യത്തിലാണ് ഈ ചടങ്ങുകൾ നിർത്തിവെച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വലിയ പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ദേവസ്വം ബോർഡാണ് ഈ തിരുമുല്ലവാരത്ത് ഈ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകുന്നത്. നിരവധി മണ്ഡപങ്ങൾ തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ് പരാതി. 100 രൂപയാണ് ഇപ്പോൾ കൂപ്പൺ, അതായത് നേരത്തെ 75 രൂപയിൽ നിന്നും 100 രൂപയിലേക്ക് ഉയർത്തിയിട്ടും വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയില്ല. അതോടൊപ്പം തന്നെ സാധനങ്ങൾ തീർന്നുപോയി എന്നുള്ള കാരണമൊക്കെ പറഞ്ഞ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ മണിക്കൂറുകളോളം നിർത്തിവെച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ പറയുന്നത്. അവരൊക്കെ തന്നെ കൂപ്പൺ എടുത്തിട്ട് കാത്തു നിൽക്കുകയാണ്. വരിയിലൊക്കെ നിൽക്കുമ്പോൾ ഇതുവരെയും തങ്ങൾക്ക് ബലിയിടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള പരാതിയാണ് ഇവർക്കൊക്കെ ഉള്ളത്. കൂപ്പൺ എടുത്തവർ ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചെന്തായിരുന്നു? നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ 75 രൂപയുടെ കൂപ്പണാണ്. നമ്മളെ 100 രൂപ വാങ്ങിച്ചു. അതുപോലെ നമ്മൾ കൊടുത്തു. നമ്മൾ ബലിതർപ്പണം നടത്താൻ വന്നവരാണ്. വ്രതം എടുത്ത് ബലിതർപ്പണം നടത്താൻ വന്നവരാ. 5 മണിക്ക് ഇവിടുന്ന് ക്യൂ തുടങ്ങിയതാ. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 4ാമത്തെ കൗണ്ടറിനകത്ത് വരെ പ്രവേശിച്ച് 4 മണിക്കൂർ മഴ മൊത്തം നനഞ്ഞിട്ടാണ് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ 100 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് 500 പേര്, അതിനകത്തുള്ളത് 500 പേരാ. എന്നിട്ട് അടുത്തിരിക്കുന്നവന്റെ പിണ്ടം എടുത്ത് കർമ്മം ചെയ്യാൻ നമ്മൾ എങ്ങനെ സഹിക്കും? നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വ്രതം എടുത്ത് വരുന്നവരാ. എന്തായാലും ജനങ്ങൾ വരുമെന്ന് അറിയുമ്പോൾ അതിനുള്ളൊരു എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ചെയ്യണ്ടേ? ഇവിടെ ഇപ്പോൾ സാധനം ഇല്ല, പിണ്ടം പോലെ എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുക. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് അറിയത്തില്ല. ഒന്നെങ്കിലും നിങ്ങൾ 100 രൂപ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറഞ്ഞു, പക്ഷെ തരാൻ ആളില്ല. ഞാൻ ചെയ്തില്ല, സഹോദരി ചെയ്ത്. ഒരു 5 മണിക്ക് ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ ക്യൂ അല്ല, ഇവര് പറയണം, അല്ലെ ബോർഡ് വെക്കണം. ഇതിലെ കൂടെയാണ് ക്യൂ. ഇവിടെ നിൽക്കുന്ന, അവിടെ നിൽക്കുന്ന, ഇവിടെ നിൽക്കുന്ന, അവിടെ കയറാനുള്ളവർ കയറിക്കൊണ്ടിരിക്കുന്നു. 5 മണി മുതല് 5 മണി കൊള്ളയടിക്കുന്ന ഒരു പരിപാടിയാണിത്. ഭക്തജനങ്ങളെ കൊള്ളയടിക്കുന്ന പരിപാടിയത്. അല്ലാതെ ദേവസ്വം ബോർഡിന് കാശിന് മാത്രമേ ആവശ്യമുള്ളൂ. ഞങ്ങൾ എന്താ പറയുക, കഷ്ടപ്പെട്ടെന്നറിയാം. രാവിലെ വന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം എല്ലാവരും. ഞങ്ങൾ 2 പേര് വന്നിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രതികരിച്ചില്ലെങ്കിൽ പറ്റത്തില്ല. ഇത് അടുത്ത പ്രാവശ്യം ഇതിനെ കാട്ടിയായിരിക്കും. നേരത്തെയൊക്കെ വന്ന് ബലിയർപ്പിക്കാറുണ്ട് ഇവിടെ. എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഞാൻ നല്ലപ്പോഴാ എന്റെ ആങ്ങളെ എല്ലാ വർഷവും വരുന്നു. ഇവിടെ മറ്റ് സംഘടനകളെ ഒന്നും ഇത്തരത്തിൽ ചെയ്യാൻ അനുവദിച്ചു. വർഷം വരെ ഇവിടെ പൊതുജനങ്ങളുടെ പുലർച്ചെ മുതൽ തന്നെ ബലിയർപ്പിക്കാനെത്തിയവരാണ് പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മതിയായ ക്രമീകരണങ്ങൾ ദേവസ്വം അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടില്ല. സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് ഇത്രയും ആൾക്കാർ ആ ചടങ്ങിനെത്തുമ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കുള്ള എല്ലാ സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ അതിൽ നിന്നും കൈയൊഴിയുന്ന ഒരു സ്ഥിതിവിശേഷം. വലിയ പ്രതിഷേധമാണ് അവിടെ ഉടലെടുത്തിരിക്കുന്നത്. ബലിതർപ്പണത്തിന് എത്തിയവർ പലരും മടങ്ങിപ്പോകേണ്ട ഒരവസ്ഥയിലാണ്. പിതൃമോക്ഷത്തിനായി, തങ്ങളുടെ പിതൃക്കളുടെ മോക്ഷത്തിനായി എത്തിയവരാണ്. വലിയ പോയത് പറയും കയറി ഇരിക്കാൻ പറയും. ആദ്യം പറയും കയറി ഇരിക്കാൻ പറയും. അവിടെ എല്ലാം കയറി ആദ്യമേ അങ്ങ് ഇരിക്കും. പിന്നെ ഇവിടുന്ന് കുറേ ആൾക്കാർ ഇവിടെ ചെയ്യുന്ന പരിപാടിയാണ്. ഇരിക്കുന്നവർക്ക് ആദ്യം കാര്യം കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകും. സാധനങ്ങൾ തീർന്നു പോയി. സാധനം തീർന്നു പോയെന്ന് പറയുന്നത് ഇടയ്ക്കൂടെ അതും പറയുന്നുണ്ട്. സാധനം തീർന്നു പോയെന്ന് പറഞ്ഞു. അവിടുന്ന് ഇവിടുന്ന് ഇവർക്കൊരു ഉത്തരവാദിത്വമില്ല. ഇവിടുത്തെ തറക്കലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ തറക്കൽ പറയാം, എനിക്കറിഞ്ഞൂടാ, ഇതിലേക്കൂടെ കയറിപ്പോയി. പിന്നെ എന്ത് ആരെടുത്ത് നമ്മൾ പരാതി പറയുന്നത്? നമ്മൾ വർഷങ്ങളോളം ഇവിടെ വന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ആ കടൽ തീരത്തെ അത് മാറ്റിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും തിരക്കൂടാകുന്നത് അത് ദേവസ്വം ബോർഡിന് കാശടിക്കാൻ വേണ്ടി അത് മാറ്റിക്കളഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അല്ല വേറൊന്നുമല്ല. ഇതിനകത്ത് ഞങ്ങളുടെ പൈസ തിരിച്ചു ചോദിച്ചാൽ പറയാം ആരാണ്ട് വന്ന് ഒപ്പിടണമെന്ന്. മേടിക്കാൻ അവർക്കറിയാവില്ല. ഇല്ല, അവർ സൗകര്യം ഉണ്ടാക്കി തരേണ്ട ഉത്തരവാദിത്തം അവർക്കുള്ളതല്ലയോ? ഈ ദേവസ്വം ബോർഡിനുള്ളതല്ലയോ? ഞങ്ങളുടെ ഇന്ന് പൈസ മേടിക്കുന്നതിന് ഞങ്ങൾക്കൂടെ ബലിയിടാൻ ഉത്തരവാദിത്തമായിട്ട് ഇരുത്തേണ്ട ചുമതല അവർക്കുള്ളതാണോ? അവരിവിടെ ക്യൂ നിൽക്കുന്നത്, അവിടെ ക്യൂ നിൽക്കുന്നത്. ഇവർക്ക് പറയാമല്ലോ ഇവിടെ ക്യൂ ഇല്ല, അപ്പുറത്തൂടെ പോകാന്ന് പറഞ്ഞാൽ പോരായോ? എങ്ങനെ കേൾക്കുമെന്നും പറഞ്ഞ ഒരു മൈക്കും കൊണ്ടിരുന്ന എവിടം വരെ കേൾക്കും? അങ്ങേ അറ്റം വരെ കേൾക്കണം. 1000 പേരുണ്ട്. 1000 പേര് ഇരിക്കുന്നിടത്ത് 100 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉള്ളൂ. അത് കൊല്ലം തിരുവല്ലവാരത്താണ് ബലിതർപ്പണത്തിന് എത്തിയവർ കാത്തുനിന്ന് മടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിനെതിരെ വലിയ വിമർശനമാണ്, വ്യാപകമായ പരാതിയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 100 രൂപ കൂപ്പൺ നൽകിയിട്ടും ഉത്തരവാദിത്തമില്ല എന്നാണ് പരാതി. 100 പേർക്ക് ബലിതർപ്പണം നടത്താൻ സൗകര്യമുള്ള സ്ഥലത്ത് 500 പേർക്ക്
കൊടുക്കും. അവർക്ക് മോശത്തിനാണ് നമ്മൾ. ദേവസ്വം ബോർഡ് ഇവിടെ എത്തുന്ന എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ എത്തി നോക്കുമ്പോഴാണ്, അതായത് മണ്ഡപങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷേ ഇവിടേക്ക് എത്തുന്ന ഓരോരുത്തർക്കും നൽകുവാനുള്ള ബലിതർപ്പണ സാമഗ്രികൾ, അതായത് ഇല നൽകിയാലും അതിൽ വെക്കുവാൻ വേണ്ടിയിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ നൽകാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. അത് ദേവസ്വം ബോർഡിനും അറിയാം, എല്ലാ തവണയും നിരവധി ആളുകളാണ് ബലിതർപ്പണത്തിനായി എത്തുന്നത്. എന്നാൽ ഇത്തരത്തിൽ 100 രൂപയുടെ കൂപ്പൺ നൽകിയിട്ട് പോലും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം 75 രൂപയായിരുന്നു, അതിനു മുമ്പ് അതിലും കുറവായിരുന്നു. പക്ഷേ ഈ പണം വാങ്ങാൻ മാത്രം ദേവസ്വം ബോർഡ് മിടുക്ക് കാണിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും പറയുന്നത്. എന്തായാലും നിരവധി ആളുകൾ അങ്ങനെ കാത്ത് നിൽക്കുകയാണ്. മണിക്കൂർ എപ്പോൾ വന്ന കേട്ടോ? 4-5 മണിയാണ് ഞങ്ങൾ ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. തീർച്ചയായും ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഇവിടെ ക്യൂ ഇല്ല. തോന്നുന്നവർക്ക് തോന്നുന്ന പോലെ ചെയ്യുക. ഒരു നടപ്പന്തലില്ല. അവിടെ എല്ലാവരും രാവിലെ തൊട്ട് പേര് മഴയത്ത് നിന്ന് ആൾക്കാരെല്ലാവരും ഈ ടോക്കണിന്റെ നമ്പർ നോക്ക് എത്രയാണെന്ന്. ദേവസ്വം ബോർഡ് കാണിക്കുന്ന ഏറ്റവും വലിയ അനാസ്ഥയാണ്. കാശ് മാത്രം മേടിക്കാനുള്ള ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. ഹിന്ദുവിൻ്റെ ഈ ഒരു സംസ്കാരം കൂടെ അവർ നശിപ്പിക്കുക. കാര്യമെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഇവിടെ വന്ന് വേണ്ടുന്ന ഈ സാധനങ്ങൾ കൊടുക്കാനുള്ള ജീവനക്കാരെ അവർ ഇട്ടിട്ടില്ല. അതുകൂടാതെ പോലീസ് സന്നാഹം ഇതിനെ നിയന്ത്രിക്കാനില്ല. കാശ് മേടിക്കുക, പറഞ്ഞു വിടുക. കാളെ ഊരി വരുന്ന ഒരു പണിയാണ് ദേവസ്വം ബോർഡ് കാണിച്ചേക്കുന്നത്, അല്ല വേറൊരു പണിയും കാണിക്കുന്നില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഹിന്ദുവിൻ്റെ ഞങ്ങളുടെയൊക്കെ ആത്മാഭിമാനമാണ് ഇന്ന് നഷ്ടപ്പെട്ടത്. ഹിന്ദുവിൻ്റെ ആത്മാഭിമാനമാണ്. കാര്യം നമ്മുടെ വംശത്തിൻ്റെ 7 തലമുറയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യാമെന്ന ഞങ്ങളുടെ അവസ്ഥ മനസ്സിനൊരു സമാധാനമില്ലാതെ പോകുന്നത്. തിരിച്ച് ഈ കർമ്മം ചെയ്തത് വെറും വിഫലമായി പോയെന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെ ഞങ്ങളൊക്കെ പോകുന്നത്. കാര്യം ഇന്നിവിടെ കണ്ടത് ഏറ്റവും പന്നത്തരമാണ്. ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ധാർമ്മിക കാര്യമാണ് പിതൃകർമ്മം. പിതൃകർമ്മത്തെ വരെ അവഹേളിച്ചിരിക്കുക ഈ ദേവസ്വം ബോർഡും ഈ സർക്കാരും, അല്ല വേറെ ഒന്നുമല്ല കാണിക്കാൻ. നശൂർണമായ ഒരു പരിപാടി അവിടെ നടക്കുന്നത്. ഇത്രയും നികിഷ്ടമായ ഈ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ ചതിയാണ് ഇന്നിവിടെ കണ്ടത്. കാര്യം ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം നശിപ്പിച്ചു. ഒരു മുസ്ലിമിൻ്റെ ഒരു ക്രിസ്ത്യാനിയുടെ പരിപാടിയാണെങ്കിൽ അത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ല, ഒരിക്കലും ഉണ്ടാവത്തില്ല. കാരണം ഈ ഈറനടിഞ്ഞ ഈ തോർത്തോടെ എന്ന് പറയുക, യവന്മാർ നശിച്ചു പോത്തേ ഉള്ളു. അതുപോലെ തന്നെയാണ്, അതായത് വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഓരോരുത്തരും. അവർ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നതാണ്. പക്ഷേ അവർക്ക് ബലിയർപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എല്ലാ വർഷവും അവർ ബലിയർപ്പിക്കാൻ വരുന്നതാണ്. സേവാഭാരതി ഉൾപ്പെടെ മറ്റ് ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ നിരവധി. മനോജ്, സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടത്. കാരണം വൈകാരികമായ ഒരു അവസ്ഥയിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. കാരണം ബലി അർപ്പിക്കാനാണ് അവർ വ്രതം നോറ്റ് പുലർച്ചെ തന്നെ ഈറിനണിഞ്ഞ് എത്തിയിരിക്കുന്നത്. അങ്ങനെ പിതൃമോക്ഷത്തിനായി അത്യധികം ഒരു ആഗ്രഹത്തോടെ ആ മോക്ഷപ്രാപ്തിക്കായി എത്തിയവരെ അവഹേളിക്കുന്ന തരത്തിലുള്ളൊരു സമീപനം ഉണ്ടാകുകയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തിനും. ഇങ്ങനെ ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ക്യൂ ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരവസ്ഥ, പലയിടങ്ങളിലും ക്യൂ പോലും ഇല്ലാത്തൊരവസ്ഥയാണെന്നാണ് പറയുന്നത്. ഈ ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ, ബന്ധപ്പെട്ടവർ ഇതിൽ ഏതെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഇതുവരെയും അത്തരത്തിലൊരു വിശദീകരണം നൽകാൻ ഇവിടെ, അതായത് ദേവസ്വം ബോർഡിന്റെ ചുമതലപ്പെട്ട ആരും തന്നെ ഇവിടെ ഇല്ല. ജീവനക്കാരുണ്ട്, എന്നാൽ ജീവനക്കാരൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ വരിയായി നിൽക്കുന്ന നിരവധി ആളുകളെ കാണാം. അവരൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുലർച്ചെ മുതൽ ഇവിടെ എത്തി ബലിയർപ്പിക്കുവാൻ വേണ്ടി കാത്തു നിന്നവരാണ്. അവർക്കൊക്കെയാണ് ഇത്തരത്തിലൊരു ദുരനുഭവം. അതായത് തിരുമുല്ലവാരത്ത് കഴിഞ്ഞ തവണയും വന്നിരുന്നു, അവിടെ പൊതുജനങ്ങൾ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. എന്നാൽ ഇത്തവണ അത്തരത്തിലൊരു സംഘടനയോ അല്ലെങ്കിൽ പൊതുജനങ്ങളോ ഈ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വേണ്ട സൗകര്യങ്ങളോ ഒരുക്കരുത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം. അങ്ങനെ ആ നിർദ്ദേശം നൽകിയതിന് ശേഷമാണ് ദേവസ്വം ബോർഡ് എല്ലാം ഏറ്റെടുത്ത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ അതിനനുസരിച്ചാണ് ഇവിടെ ആളുകളെത്തി 100 രൂപയുടെ കൂപ്പൺ എടുത്തത്. എന്നാൽ അവർക്കൊന്നും തന്നെ ബലിയർപ്പിക്കാൻ കഴിയാതെ അത് കൂപ്പൺ തിരിച്ചു നൽകി മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അവരൊക്കെ തന്നെ നേരത്തെ നമ്മളോട് പ്രതികരിച്ചവരൊക്കെ ഉണ്ട്. ഇവരെ നേരത്തെ വന്നതാണോ കാത്തു നിൽക്കാൻ തുടങ്ങിയത്? ഞാൻ 6 മണിക്ക് വന്നതാ. 6 മണിക്ക് വന്ന് ഇതിനകത്ത് കയറി. അവിടുന്ന് പിന്നെ ഇലയില്ല, കെണ്ടിയില്ല, കെണ്ടിയുണ്ടെങ്കിൽ ചോറില്ല, ഗർഭയില്ല, യാതൊന്നുമില്ല. അവിടെ ഇരുന്ന് കുറേ സമയം ഇവിടെ വന്ന് അന്വേഷിച്ച് പിടിച്ച് പോവുക. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ദേവസ്വം ബോർഡ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഈ റെസിപ്റ്റൊക്കെ എഴുതി തന്ന് ഇവിടെ വന്ന് ഞങ്ങൾ വന്ന് കയറിയത്. 6 മണിക്ക് വന്ന് കയറിയതാണ്. ഇനിയിപ്പോൾ എന്തിനാ ഇത് ചെയ്യുന്നത്? നേരെ അങ്ങ് പോവുക, വീട്ടിൽ പോയി കുളിച്ചിട്ട്. ബലിയർപ്പിക്കുന്നില്ല? ഇല്ല, ബലിയർപ്പിക്കുന്നില്ല, വേണ്ടെന്ന് വെച്ചു. വർഷങ്ങളായി ഈ ദിനം ബലിയർപ്പിക്കുന്നവരാണ്. അതെ അതെ അതെ,
വർഷങ്ങളായിട്ട് ബലിയർപ്പിക്കുന്നവരാ. ഇനി വീട്ടിൽ പോയി കുളിച്ച് ഭഗവാനെ കണ്ട് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിക്കുക. തീർത്തും ദുഃഖകരമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. കാരണം അവർക്ക് രാവിലെ മുതൽ ഇവിടെ എത്തിയിട്ട് ബലിയർപ്പിക്കുവാനുള്ള ഒരു സൗകര്യവുമില്ല എന്നുള്ളതാണ്. അവർക്ക് സാധനങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ബലിയർപ്പിക്കുന്നവരൊക്കെ ഇപ്പോൾ തിരിച്ചു പോകുവാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അവർക്ക് തന്നെ വലിയ സങ്കടത്തോടു കൂടിയാണ് ആ കാര്യം പങ്കുവയ്ക്കുന്നത്. 5 മണിക്കൂറായി ഞങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട്. രാവിലെ 5 മണിക്ക് വന്നു, ഇപ്പോൾ 10 മണിയാവാൻ പോകുന്നില്ലേ. ഞങ്ങൾ എത്ര സമയം കൊണ്ട് നിൽക്കുക? കുറേ ബാക്കിൽ നിന്ന് വന്ന് തെള്ളി ഇടിച്ച് കയറി. അങ്ങനല്ല, ഒരു നിയന്ത്രണത്തിലേ ഈ ബലിതർപ്പണം ചെയ്യാൻ പറ്റത്തുള്ളൂ. ബലിതർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അർപ്പിക്കുന്നതാണ് ഇവർ തരുന്നത്. ഇതെല്ലാം ചോറ് പുറക്കെ, അതിൻ്റെ പുറക്കെ എള്ള്, അതിൻ്റെ പുറക്കെ ദർഭ, അതിൻ്റെ പുറക്കെ മോതിരം, ഇങ്ങനെ എടുക്കാനായി എല്ലാവരും പോകുന്നു. അങ്ങനല്ല ചെയ്യുന്നത്. എല്ലാം തിരുമേനിമാർ വന്ന് നമ്മളത് ചെയ്യുന്നത്. തീർച്ചയായും ദേവസ്വം ബോർഡിനെതിരെ വ്യാപക പരാതിയാണ് ഉയർന്നത്. കാരണം തങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ നല്ല രീതിയിൽ ഇവിടെ വന്ന് ബലിയർപ്പിച്ച് പോയിരുന്നതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ എത്തുന്ന ഓരോരുത്തരും ഈ കാര്യം തന്നെയാണ്. അതായത് ഒരാൾ പോലും അതിന് എതിരായി, അതായത് ദേവസ്വം ബോർഡിന് എതിരായി തന്നെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. അവരാണ് ഈ സൗകര്യമെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഇവിടേക്ക് ആളുകളെ എത്തുമ്പോൾ അവർക്ക് കൂപ്പൺ നൽകുന്നത്. കൊല്ലം തിരുവല്ലവാരത്താണ് ബലിതർപ്പണത്തിന് എത്തിയവർ കാത്തുനിന്ന് മടുത്തിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.